ഹായ് ഹലോ മക്കളെ, ഹൗ ആർ യു? സുഖാണോ? കഴിഞ്ഞ ക്ലാസ്സിലേക്ക് വായിച്ചു നോക്കി വന്നോ? ഇന്ന് നമുക്ക് കാർബോഹൈഡ്രേറ്റ്സിന്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് പോവാം, പോളിസാക്കറൈഡ്സ് അല്ലെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായിട്ട് കാർബോഹൈഡ്രേറ്റ് പോർഷൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ സ്ട്രക്ചർ ഒക്കെ വരച്ച് പഠിച്ചെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് വേഗം ലാസ്റ്റ് ഭാഗത്തേക്ക് നമുക്ക് പോകാം, നമ്മുടെ പോളിസാക്കറൈഡ്സിലേക്ക് അല്ലെ. അപ്പൊ പോളിസാക്കറൈഡ്സ് എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ്. എന്താ പോളിസാക്കറൈഡ്സ് എന്ന് പറഞ്ഞാല്? പോളി മീൻസ് മെനി അല്ലെ. ഓക്കെ, അപ്പൊ കുറെ എന്താ പറയാ ഷുഗർ യൂണിറ്റുകൾ കൂട്ടി വെച്ചിരിക്കുന്നതാണ് പോളിസാക്കറൈഡ്സ് എന്ന് പറയുക. എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുന്നത്, ഒരു കാർബോഹൈഡ്രേറ്റ് എടുത്ത് ഹൈഡ്രലൈസ് ചെയ്യുമ്പോഴത്തേക്കും 10 യൂണിറ്റ്സിനും മേലെ നമുക്ക് മോണോസാക്കറൈഡ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം കൂടെ നമുക്ക് എന്ത് വിളിക്കാം? ക്ലബ് ടുഗെദർ കോൾ ഇറ്റ് ആസ് പോളിസാക്കറൈഡ്സ് അല്ലെ. ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണല്ലോ, നിങ്ങൾക്കൊക്കെ അറിയാം, എനിക്കറിയാം കേട്ടോ, ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നോക്കൂ, കാർബോഹൈഡ്രേറ്റ്സ് എന്താണ്? നമ്മളെ മോസ്റ്റ് കോമൺലി എൻകൗണ്ടേർഡ് കാർബോഹൈഡ്രേറ്റ്സ് അല്ലെ ഇൻ നേച്ചർ ആണ് പോളിസാക്കറൈഡ്സ്. സോ എന്താണ്, സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എന്താ പറയാ ഒരു ഷുഗർ ആണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റിനകത്തെ പോളിസാക്കറൈഡ്സ് അല്ലെ. ദേ ആർ മെയിൻലി ആക്ട് ആസ് എ ഫുഡ് സ്റ്റോറേജ് ഓർ സ്ട്രക്ചറൽ മെറ്റീരിയൽ. ഓക്കെ, ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയുന്നതാണ്. ഓക്കെ, അതിൽ നമുക്ക് ആദ്യം സ്റ്റാർച്ച് പഠിക്കാം. സ്റ്റാർച്ച് അല്ലെ, നമ്മുടെ ഫുഡിനകത്ത് എനിക്ക് തോന്നുന്നു എല്ലാം സ്റ്റാർച്ചി ഫുഡുകളാണ് കൂടുതലും. അപ്പം എസ്പെഷ്യലി സൗത്ത് ഇന്ത്യൻ ഫുഡുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഈ സ്റ്റാർച്ച് കൂടിയ ഫുഡുകളാണ് നമ്മൾ കഴിക്കാറുള്ളത് അല്ലെ. ഈവൻ റൈസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഓക്കെ, സോ എന്താണ്, സ്റ്റോറേജ് പോളിസാക്കറൈഡ്സ് ഓഫ് പ്ലാന്റ്സ് ആണ്. സോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡയറ്ററി സോഴ്സ് ഓഫ് ഹ്യൂമൻ ബീങ്സ്, ശരിയല്ലേ? അതാണ് നമ്മുടെ സ്റ്റാർച്ച് പറയുന്നത്. അപ്പൊ നമുക്കിതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിലെ കെമിസ്ട്രി പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നോക്കാം, ഈ സ്റ്റാർച്ച് എന്ന് പറയുന്നുണ്ടല്ലോ മക്കളെ, പോളിസാക്കറൈഡ്സിനകത്തെ എന്താ പറയുക ഒരു പർട്ടിക്കുലർ യൂണിറ്റ് വന്നിരിക്കുന്നത്. അതായത് പോളിസാക്കറൈഡ്സിനകത്തെ എന്താണ്, ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പോളിസാക്കറൈഡ് ആണ് നമ്മുടെ സ്റ്റാർച്ച് എന്ന് പറയുന്നത്. അപ്പം ഈ സ്റ്റാർച്ച് ആൽഫ ഗ്ലൂക്കോസുകളുടെ N യൂണിറ്റ്സ് കൂടി ചേരുമ്പോഴാണ് സ്റ്റാർച്ച് ഉണ്ടാവുന്നത് അല്ലെ. ഇനിയിപ്പോ ഞാൻ ആൽഫ ഗ്ലൂക്കോസും അല്ലെ ആൽഫ ഡി ഗ്ലൂക്കോസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ. അപ്പം സ്റ്റാർച്ച് ഈസ് എ പോളിമർ ഓഫ് എന്താണ്, ആൽഫ ഗ്ലൂക്കോസ് ആണ്. ഇനി സ്റ്റാർച്ചിനകത്ത് 2 പാർട്ട് ഉണ്ട്, അതായത് അമൈലോസും അമൈലോ പെക്റ്റിൻ എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. അപ്പൊ സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാർച്ച് ഇസ് എ പോളിമർ. മനസ്സിലെ, സ്റ്റാർച്ച് ഒരു പോളിസാക്കറൈഡ്സ് ആണ്. നമുക്ക് അതിനകത്ത് ഇതിലാകെ 3 പോളിസാക്കറൈഡ്സേ പഠിക്കാനുള്ളൂ. സോ അതിലൊരെണ്ണമാണ് നമ്മുടെ സ്റ്റാർച്ച് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാർച്ച് ഇസ് എ പോളിസാക്കറൈഡ് ആണ്. ആൻഡ് സ്റ്റാർച്ച് കൺസിസ്റ്റ് ഓഫ് അമൈലോസ് ആൻഡ് അമൈലോപെക്റ്റിൻ. അതിൽ അമൈലോസ് നോക്കിയാലും അമൈലോപെക്റ്റിൻ നോക്കിയാലും ആൽഫ ഡി ഗ്ലൂക്കോസ് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അതിന്റെ റെപ്പറ്റീഷൻ അല്ലെങ്കിൽ അറേഞ്ച്മെന്റ് മാറുമ്പോഴാണ് എന്ത് വന്നിരിക്കുന്നത്, നമ്മൾ 2 പേരിൽ പറയുന്നത്. ഒരെണ്ണം അമൈലോസും മറ്റേത് എന്താണ്, അമൈലോപെക്റ്റിനും. അതിലെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമൈലോസ് വാട്ടർ സോല്യൂബിൾ ആണ്. ചെറിയ എന്താ പറയാ പെർസെൻറ്റേജിൽ മാത്രമേ ഇതിനകത്ത് സ്റ്റാർച്ചിനകത്ത് ഉണ്ടാവുള്ളൂ. പക്ഷെ അമൈലോപെക്റ്റിൻ വാട്ടർ ഇൻസോലുബിൾ ആണ്. അത് ലാർജ് കണ്ടന്റ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അമൈലോസ് ഒരു 15 to 20% ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മറ്റേത് അമൈലോപെക്റ്റിൻ എന്ന് പറഞ്ഞത് 80 to 85% ഉണ്ടാവും. സി, അമൈലോസിന്റെ പ്രത്യേകത വെച്ചാൽ അമൈലോസ് ഒരു ലീനിയർ പോളിമർ ആണ്. അമൈലോപെക്റ്റിൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ബ്രാഞ്ച്ഡ് പോളിമർ ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ആൽഫ ഡി ഗ്ലൂക്കോസ് മാത്രമേ ഉള്ളൂ. അതിപ്പോ ലീനിയർ ആയിട്ട് നിന്നാലും ആൽഫ ഗ്ലൂക്കോസ് മാത്രമേ ഉള്ളൂ, ബ്രാഞ്ചിൽ വന്നാലും ആൽഫ ഗ്ലൂക്കോസ് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, മൈലോസ് ഇസ് എ വാട്ടർ സോല്യൂബിൾ കമ്പോണന്റ് വിച്ച് കൺസ്റ്റിറ്റ്യൂട്ട് അബൌട്ട് 15 to 20% കേട്ടോ. നോക്കി നിങ്ങൾ പഠിക്കണം. സോ ഇറ്റ് ഈസ് കൺസ്റ്റിറ്റ്യൂട്ട് അബൌട്ട് 15 to 20% ഓഫ് സ്റ്റാർച്ച്. ആൻഡ് അമൈലോപെക്റ്റിൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 80 to 85. ഞാൻ ലിങ്കേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മക്കളെ, ഇതുണ്ടോ. അപ്പം അമൈലോസ് നമ്മൾ 15 to 20% ഉള്ളൂ, ചെറിയ അളവിൽ മാത്രമേ ഉള്ളൂ. സോ അറൌണ്ട് 200 to 1000 ആൽഫ ഡി ഗ്ലൂക്കോസുകൾ ജോയിൻ ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ് അമൈലോസ്. ഇനി അവരുടെ ജോയിനിങ് നിങ്ങൾ ശ്രദ്ധിച്ചോ. ആൽഫ ഡി ഗ്ലൂക്കോസ് എങ്ങനെ വന്നിരിക്കുന്നത്, C1C4 ഗ്ലൈക്കോസൈഡിക് ലിങ്കേജിലാണ് വന്നിരിക്കുന്നത്. അതായത് ആദ്യത്തെ ഗ്ലൂക്കോസിന്റെ ഫസ്റ്റ് കാർബൺ ആറ്റവും രണ്ടാമത്തെ ഗ്ലൂക്കോസിന്റെ 4th കാർബൺ ആറ്റവും, വീണ്ടും രണ്ടാമത്തെ ഗ്ലൂക്കോസിന്റെ ഫസ്റ്റ് കാർബൺ ആറ്റവും മൂന്നാമത്തെ ഗ്ലൂക്കോസിന്റെ 4th കാർബൺ ആറ്റവും. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരു ലീനിയർ പോളിമർ ആയിട്ടാണ് നമ്മുടെ അമൈലോസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ സമയത്ത് അമൈലോപെക്റ്റിൻ എന്താന്നാ പറഞ്ഞത്, അമൈലോപെക്റ്റിൻ ഈസ് എ ബ്രാഞ്ച്ഡ് പോളിമർ ആണ്. അപ്പൊ ഇതിനകത്ത് എന്ത് കാണും, ഇങ്ങനെ ലീനിയർ ആയിട്ടുള്ള C1C4 ലിങ്കേജ് കാണും. അത് കൂടാതെ എന്തും കൂടെ കാണും, C1C6 ലിങ്കേജും കൂടെ കാണും. അതായത് C1C4
എടുത്തിരിക്കുന്നത് അല്ലെ. ആ രണ്ടാമത്തേന്റെ C1 ഫ്രീ ആയിരിക്കുമല്ലോ അല്ലെ. അപ്പൊ അവനും എന്താണ് വേറൊരെണ്ണത്തിന്റെ 6ഉം കൂടി ലിങ്ക് വരുന്നതാണ് നമ്മുടെ അമൈലോപെക്റ്റിൻ. അപ്പം ഞാൻ പറഞ്ഞത് എന്തായിരുന്നു, നമ്മള് എന്താ പോളിസാക്കറൈഡ്സ് പഠിക്കുന്നത്. പോളിസാക്കറൈഡ്സ് എന്ന് പറഞ്ഞാൽ പോളിമർ ആണ്. N യൂണിറ്റ്സ് ഓഫ് മോണോസാക്കറൈഡുകൾ ചേരുന്നതാണ് പോളിസാക്കറൈഡ്സ്. ഇവിടെ നമുക്ക് 3 പോളിസാക്കറൈഡ്സ് പഠിക്കാനുണ്ട്. അതിൽ ആദ്യത്തെ പോളിസാക്കറൈഡ് ആണ് സ്റ്റാർച്ച് പറയുന്നത് അല്ലെ. ഒരു സ്റ്റോർഡ് ഫുഡാണ് സ്റ്റാർച്ച് എന്ന് പറയുന്നത്. പ്ലാന്റ്സ് നമ്മളിപ്പോ സ്റ്റാർച്ചി ഫുഡാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ഡയറ്റിനകത്ത് വളരെയധികം ഉള്ള ആളാണ് നമ്മുടെ സ്റ്റാർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പോളിമർ ഓഫ് ആൽഫ ഡി ഗ്ലൂക്കോസ് ആണ്. അപ്പൊ N യൂണിറ്റ്സ് ഓഫ് ആൽഫ ഡി ഗ്ലൂക്കോസ് ആണ് സ്റ്റാർച്ചിനകത്ത് ഉണ്ടാവുക. അപ്പൊ നമ്മൾ സ്റ്റാർച്ച് കുറച്ചും കൂടെ ക്ലോസ് ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാകും. സ്റ്റാർച്ച് മെയ്ഡ് അപ്പ് ഓഫ് ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് സ്റ്റാർച്ച് കൺസിസ്റ്റ് ഓഫ് 2 parts, that is amylose and amylopectin, and the amylose is water soluble and the amylopectin is water insoluble, and the amylose is about 15 to 20% and amylopectin is 80 to 85% ഉണ്ട്. അപ്പൊ അമൈലോസ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, 200 to 1000 ആൽഫ ഡി ഗ്ലൂക്കോസുകളെ ഉണ്ടാവുള്ളൂ. ബാക്കി ലാർജ് ക്വാണ്ടിറ്റിയിലും ആരുണ്ടാവുന്നുണ്ട്, അമൈലോപെക്റ്റിനാ നമുക്ക് കാണാൻ പറ്റുക അല്ലെ. അപ്പം അമൈലോസ് ലിങ്കേജ് എങ്ങനെ വന്നിരിക്കുന്നത്, ലീനിയർ പോളിമർ ആയിട്ടാണ് അമൈലോസ് നിൽക്കുന്നത്. അമൈലോപെക്റ്റിൻ എങ്ങനെയാ കാണാൻ പറ്റുക, ബ്രാഞ്ച്ഡ് പോളിമർ ആയിട്ടാണ് അല്ലെ. ഓക്കെ, അപ്പം അമൈലോസിന്റെ പ്രത്യേകത എന്താണ്, അമൈലോസ് ലീനിയർ ആയിട്ട് C1 C4 C1 C4 അതായത് C1 C4 ദെൻ അപ്പൊ ഇതിന്റെ C1 ഫ്രീ അല്ലേ, C1 C4 ഇങ്ങനെ പോവുക ചെയ്യുന്നത് കേട്ടോ. ആ സമയത്ത് അമൈലോപെക്റ്റിൻ ഒരു ബ്രാഞ്ച്ഡ് പോളിമർ ആണ്. അപ്പൊ ആ ബ്രാഞ്ചിങ്ങിന്റെ പ്രത്യേകത എന്താണ്, ഈ C1 C4 കൂടാതെ എന്തും കൂടെ വരുന്നുണ്ടാവും, C6 C1 C6ഉം കൂടി വരുന്നുണ്ടാവും കേട്ടോ. ഞാൻ പിക്ചർ കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി വരും തോന്നുന്നു. നോക്കിയേ മക്കളെ, ഇതുണ്ടോ, ഇതാണ് അമൈലോസ് എന്ന് പറഞ്ഞ ആള്. നോക്കിയേ C1 C4 കണ്ടോ, ഇങ്ങനെ ലീനിയർ പോളിമർ ആയിട്ട് പോവുക ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ പിക്ചറൊന്നും വരയ്ക്കാനൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മാത്രം മതി ഇതാ പിക്ചർ എന്നുള്ളത് കേട്ടോ. ഓക്കെ, ഇനി ഞാൻ അമൈലോപെക്റ്റിന്റെ സ്ട്രക്ചർ കാണിച്ചു തരാം. അമൈലോപെക്റ്റിന്റെ ഇതിന്റെ വരത ഇവിടേക്കാണ് കേട്ടോ, വരച്ച വഴിയൊക്കെ ഇങ്ങനെ ആയിപ്പോയതാണ്. ഈ ഓന്റെ ലിങ്കേജ് ഇങ്ങോട്ട് വെക്കടാ, അപ്പൊ ശരിയായിക്കോളും കണ്ടോ. ദിസ് ഈസ് ദ അമൈലോപെക്റ്റിൻ, ബ്രാഞ്ച്ഡ് അല്ലേ. ഇതുണ്ടോ C1 C4 ഉണ്ട്, പിന്നെ ഇതിന്റെ C1 എന്താണ്, ഇത് അടുത്തതിന്റെ C6ഉമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ബ്രാഞ്ചിങ് ആ വന്നിരിക്കുന്നത്. അപ്പം ബ്രാഞ്ച്ഡ് പോളിമർ ആണ് അമൈലോപെക്റ്റിൻ എന്നുള്ളത്. ജസ്റ്റ് പടം കണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയണം, അപ്പൊ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയി അല്ലെ. അമൈലോസ് അതുകൊണ്ടാണ് ഉണ്ടോ ബ്രാഞ്ചിങ് ആയി കഴിയുമ്പോൾ സോലുബിലിറ്റി കുറയുക, വാട്ടർ ഇൻസോലുബിൾ ആണ് അമൈലോപെക്റ്റിൻ എന്നുള്ളത്. സംഭവം ക്ലിയർ ആയോ, മനസ്സിലായോ? ഞാൻ ഒന്നുകൂടെ പറയണോ, വേണ്ടല്ലോ. അപ്പൊ നമുക്ക് എന്തൊക്കെ പഠിക്കാം, പോളിസാക്കറൈഡ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ നമുക്ക് പഠിക്കാൻ 3 പോളിസാക്കറൈഡ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ പോളിസാക്കറൈഡാണ് ഞാൻ പറഞ്ഞ സ്റ്റാർച്ച് എന്ന് പറഞ്ഞ പോളിസാക്കറൈഡ്. അപ്പം സ്റ്റാർച്ച് പോളിസാക്കറൈഡ്സിനകത്ത് 2 ഭാഗങ്ങളുണ്ട്, അമൈലോസും അമൈലോപെക്റ്റിനും. അമൈലോസ് ആണെങ്കിൽ 15 to 20%, അമൈലോപെക്റ്റിൻ 80 to 85. അമൈലോസിനകത്ത് ആൽഫ ഡി ഗ്ലൂക്കോസ് C1 C4, അമൈലോപെക്റ്റിനകത്തും ആൽഫ ഡി ഗ്ലൂക്കോസ് തന്നെ, പക്ഷെ ഒരു ബ്രാഞ്ചിങ് ഉണ്ടെന്ന് മാത്രം, C1 C4 along with C1 C6 അല്ലെ. ആദ്യത്തേത് ലീനിയർ പോളിമർ, രണ്ടാമത്തേത് ബ്രാഞ്ച്ഡ് പോളിമർ. ഓക്കെ, ക്ലിയർ ആയോ, മനസ്സിലായോ? ഓക്കെ, ഞാൻ അടുത്ത പറയട്ടെ. എളുപ്പമല്ലേ നമുക്ക് പഠിക്കാനായിട്ട്. ഓക്കെ, പോളിമർ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് വരയ്ക്കാൻ പറ്റില്ല മക്കളെ, ഒരു ലിമിറ്റിൽ നമുക്ക് നിർത്തിയല്ലേ പറ്റുള്ളൂ, N യൂണിറ്റ്സ് അല്ലേ വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത് നമ്മൾ പഠിക്കുന്നത് സെല്ലുലോസ് ആണ്. സെക്കൻഡ് പോളിസാക്കറൈഡ് എന്ന് പറയുന്നത് സെല്ലുലോസ് ആണ്. അപ്പം നമുക്ക് 3 പോളിസാക്കറൈഡ്സ് ഉണ്ട്, അതിൽ രണ്ടാമത്തേതാണ് സെല്ലുലോസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്കറിയാം, പ്ലാന്റിന്റെ ബാക്ടീരിയന്റെ ഒക്കെ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്, സെല്ലുലോസ് കൊണ്ടാണ്. ഓക്കെ, ഞാൻ വേഗം പറയുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഓക്കെ, അപ്പൊ എന്താ പറയാ, സെല്ലുലോസ് എന്ന് പറഞ്ഞ സംഭവം എന്ത് തന്നെയാ മക്കളെ, ഗ്ലൂക്കോസ് തന്നെയാണ്. അതായത് നമ്മുടെ ആൽഫ ഡി ഗ്ലൂക്കോസിന് പകരം അവന്റെ ബീറ്റ ഫോം ഒന്നായി മാറുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ ഒന്ന് ശ്രദ്ധിച്ച് കേക്കടാ മക്കളെ, എങ്ങനെ ശ്രദ്ധിച്ചിരിക്കേ, പറയുന്ന ഒന്ന് കേക്ക്. എന്താ പറയുക, നമ്മളിപ്പോ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു, സ്റ്റാർച്ച് ആയിരുന്നു. സ്റ്റാർച്ച് ആൽഫ ഡി ഗ്ലൂക്കോസിന്റെ പോളിമർ ആണ്. ആ സമയത്ത് സെല്ലുലോസ് എന്ന് പറഞ്ഞ ആരാണ്, ബീറ്റ ഡി ഗ്ലൂക്കോസിന്റെ പോളിമർ കേട്ടോ. ബീറ്റേന്റെ പോളിമർ ആണ്. ലിങ്കേജിനൊന്നും ഒരു വ്യത്യാസം, ലീനിയർ പോളിമർ ആകട്ടോ മക്കളെ. ഇവിടെ ബ്രാഞ്ചിങ്ങോ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ദിസ് ഇസ് എ ലീനിയർ പോളിമർ. പക്ഷെ ഒറ്റ
വ്യത്യാസം മാത്രം ബീറ്റ ഡി ഗ്ലൂക്കോസ് ആണെന്ന് മാത്രം. മുമ്പത്തേത് ആൽഫ ഗ്ലൂക്കോസും ഇത് ബീറ്റ ഗ്ലൂക്കോസും ആണ്. സോ എന്താണ് C1C4 കണ്ടോ, ബീറ്റ ആണെന്ന് മാത്രമേ ഉള്ളൂ. C1C4 ലിങ്കേജ് ആണ് അല്ലെ. നിങ്ങൾക്ക് അറിയാലോ സെല്ലുലോസ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ ഈ ഇരിക്കുന്ന ആരോടും തന്നെ പറഞ്ഞു തരണ്ട അല്ലെ. പ്ലാന്റ്സിന്റെ ഒക്കെ സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത്, ബാക്ടീരിയന്റെ സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പറഞ്ഞ മാതിരി സെല്ലുലോസ് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ആ ലിങ്കേജ് മാത്രം ഒന്ന് ഓർത്താൽ മതി. ബാക്കിയൊക്കെ എനിക്കിപ്പോ നിങ്ങളോട് പറഞ്ഞു തരേണ്ട യാതൊരു ആവശ്യവും വരണില്ല. കാരണം ഇരിക്കുന്ന എല്ലാ കുട്ടികളും ഇതൊക്കെ പഠിച്ചിട്ടിരിക്കുന്ന ആയതുകൊണ്ട് നല്ല എളുപ്പമുണ്ടോ മക്കളെ. ഇതുണ്ടോ C1C4 ഉണ്ടോ, ഇങ്ങനെ പോവുക ചെയ്യുന്നത് അല്ലെ. സോ ബീറ്റ ലിങ്കേജ് ആണ്, ബീറ്റ ഡി ഗ്ലൂക്കോസ് കേട്ടോ, ഓർത്ത് വെക്കണം മക്കളെ. ഇപ്പൊ ഗ്ലൈക്കോസൈഡിക് ലിങ്കേജ് ആണെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചല്ലേ. ഇനിയിപ്പം ഗ്ലൈക്കോസൈഡിക് ലിങ്കേജ് ആണെന്നൊന്നും നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി നമുക്ക് അതിനകത്തെ ലാസ്റ്റ് വൺ ആണ് ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞത്. ഗ്ലൈക്കോജൻ അല്ലെ. ഓക്കെ, അപ്പൊ ബയോ കുട്ടികൾക്കെല്ലാം ഈ സാധനങ്ങളൊക്കെ നല്ല എളുപ്പമാണ്. അതില് ബയോളജി പഠിക്കാത്തവർക്കാണ് ഈ വാക്കുകളൊക്കെ പുതുതായി കേൾക്കുന്ന പോലെ തോന്നുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് സ്റ്റോർഡ് നമ്മുടെ എന്താ പറയാ കാർബോഹൈഡ്രേറ്റ് ആണ് ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് അല്ലെ. സാധാരണ എന്താണ് പ്ലാന്റിന്റെ സ്റ്റാർച്ച് നമുക്ക് സ്റ്റോർഡ് ആക്കി വെക്കുന്നുണ്ടെങ്കിൽ ദ കാർബോഹൈഡ്രേറ്റ്സ് ആർ സ്റ്റോർഡ് ഇൻ ആനിമൽ ബോഡി ആസ് ഗ്ലൈക്കോജൻ അല്ലെ. നമ്മുടെയൊക്കെ ബോഡിയിൽ കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഏത് ഫോമിലാണ്? ഈ പറഞ്ഞ ഗ്ലൈക്കോജൻ ഫോമിലാണ് നമ്മുടെ ബോഡിയിലൊക്കെ വെച്ചിരിക്കുന്നത് അല്ലെ. ശരിക്കും പറഞ്ഞാല് ഈ നമ്മുടെ സ്റ്റാർച്ചിന്റെ അതേ സ്ട്രക്ചർ ആണ് ഈ പറഞ്ഞ ഗ്ലൈക്കോജനും വരുന്നത്. സ്റ്റാർച്ചിൽ രണ്ടെണ്ണം ഉണ്ടല്ലോ, അമൈലോസും ഉണ്ട് അമൈലോപെക്റ്റിനും ഉണ്ട്. അതിലെ അമൈലോപെക്റ്റിന് കുറച്ചും കൂടെ ബ്രാഞ്ചിങ് വന്നാൽ എങ്ങനെ ഇരിക്കും, അതാണ് ഗ്ലൈക്കോജൻ. അപ്പൊ തന്നെ നിങ്ങൾക്കറിയാലോ മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചർ ആണ്. അതുകൊണ്ട് NCERT വരച്ചിട്ടൊന്നുമില്ല. അതായത് അമൈലോപെക്റ്റിൻ തന്നെ എന്ത് വന്നിട്ടുണ്ട്, C1C4 സ്ട്രൈറ്റ് ചെയിൻ കൂടാതെ C1C6 എന്ന് പറഞ്ഞ ബ്രാഞ്ചിങ് കൂടെ വന്നിട്ടുണ്ട്. അത് ഇനിയും ബ്രാഞ്ച് ചെയ്താൽ എങ്ങനെ ഇരിക്കും, അതാണ് നമ്മുടെ ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടോ. സിമിലർ ടു, സോ ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ആനിമൽ സ്റ്റാർച്ച് അല്ലെ. ആനിമൽ സ്റ്റാർച്ച് ആണ്. സ്ട്രക്ചർ ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് അമൈലോപെക്റ്റിൻ ആൻഡ് ഈസ് റാദർ മോർ ഹൈലി ബ്രാഞ്ച്ഡ് ആണ്. ഞാൻ പറഞ്ഞല്ലോ അമൈലോപെക്റ്റിൻ പോലെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ, പക്ഷെ ആസ് യൂഷ്വൽ നമ്മൾ കാണുന്ന നോർമൽ അമൈലോപെക്റ്റിൻ അല്ല വരുന്നത്. ഇതെന്താണ്, കുറച്ചും കൂടെ ബ്രാഞ്ചിങ് ഉള്ള അമൈലോപെക്റ്റിൻ ആണ്. ഓക്കെ, ബയോക്കാർക്ക് അറിയാം. മറ്റേ എഞ്ചിനീയറിംഗ് കുട്ടികൾ, അതായത് ബയോളജി ഒട്ടും പഠിക്കാത്തവർ ഇതൊക്കെ ഒന്ന് വായിച്ചു പഠിക്കണം. അവരിതൊക്കെ പഠിക്കുന്നതല്ലേ, അപ്പൊ അവർക്കത് കംഫർട്ടബിൾ ആയിരിക്കും. സോ ദേ ആർ പ്രസന്റ് ഇൻ ലിവർ, മസിൽസ് ആൻഡ് ബ്രെയിൻ അല്ലെ. സോ വെൻ ദ ബോഡി നീഡ്സ് ഗ്ലൂക്കോസ്, ഓക്കെ, എൻസൈംസ് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്ലൈക്കോജനെ ബ്രേക്ക് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു, യൂട്ടിലൈസ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഗ്ലൈക്കോജൻ ഈസ് ഓൾസോ ഫൗണ്ട് ഇൻ ഈസ്റ്റ് ആൻഡ് ഫഞ്ചൈ അല്ലെ. ഇവിടെ ഒക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ഗ്ലൈക്കോജനെ കാണാൻ പറ്റുന്നത്. ഗ്ലൈക്കോജന്റെ ഒന്നും സ്ട്രക്ചർ തന്നിട്ടില്ല കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ പോളിസാക്കറൈഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പോളിസാക്കറൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പോളിസാക്കറൈഡ്സ് ആർ ദ പോളിമേഴ്സ് ഓഫ് എന്താണ് N യൂണിറ്റ്സ് ഓഫ് മോണോസാക്കറൈഡ്സ് ആണ് അല്ലെ. ഫർദർ നമുക്ക് ഹൈഡ്രലൈസ് ചെയ്യാൻ പറ്റാത്തവരാണ് മോണോസാക്കറൈഡ്സ്. എന്നിട്ട് നമ്മൾ പോളിസാക്കറൈഡ്സിനകത്ത് നമുക്ക് 3 പോളിസാക്കറൈഡ്, സ്റ്റാർച്ച്, സെല്ലുലോസ് ആൻഡ് ഗ്ലൈക്കോജൻ. സ്റ്റാർച്ച് ഏറ്റവും സിമ്പിൾ പോളിസാക്കറൈഡ്, സെല്ലുലോസും അത് തന്നെ. ആൽഫ ഡി ഗ്ലൂക്കോസിന്റെ N യൂണിറ്റ്സ് വന്നാൽ അത് സ്റ്റാർച്ചും, ബീറ്റ ഡി ഗ്ലൂക്കോസിന് N യൂണിറ്റ്സ് വന്നാൽ അത് സെല്ലുലോസും. ഇനി ആൽഫ ഡി ഗ്ലൂക്കോസിന് തന്നെ 2 പാർട്ട്, അമൈലോസും അമൈലോപെക്റ്റിനും. അമൈലോസും ലീനിയർ ആൽഫ ഡി ഗ്ലൂക്കോസിന്റെ യൂണിറ്റ്സും, പിന്നെ അമൈലോപെക്റ്റിനും ബ്രാഞ്ച്ഡ് ആണ് വന്നിരിക്കുന്നത്. ഈ അമൈലോപെക്റ്റിൻ മോർ ബ്രാഞ്ച്ഡ് ആകുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഗ്ലൈക്കോജൻ കിട്ടുന്നത്. പക്ഷേ സെല്ലുലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ലീനിയർ പോളിമർ ഓഫ് ബീറ്റ ഡി ഗ്ലൂക്കോസ്. ബീറ്റ ആണെന്ന് മാത്രം കേട്ടോ, ബീറ്റ ഡി ഗ്ലൂക്കോസിന്റെ ലീനിയർ പോളിമർ ആണ്. എല്ലാം മനസ്സിലായില്ലേ അല്ലേ. അപ്പൊ നമ്മള് കാർബോഹൈഡ്രേറ്റിന്റെ ഭാഗം നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് എന്താന്ന് പഠിച്ചു, ജനറൽ ഫോർമുല പഠിച്ചു, ക്ലാസിഫിക്കേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് പഠിച്ചു അല്ലെ. അതിനകത്ത് നമുക്ക് മോണോസാക്കറൈഡ്സ്, ഒളിഗോസാക്കറൈഡ്സ്, പോളിസാക്കറൈഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എല്ലാം നമ്മൾ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്തു. അതിൽ മോണോസാക്കറൈഡ്സ് ആണെങ്കിൽ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് പഠിച്ചു. ഒളിഗോസാക്കറൈഡ്സിനകത്ത് സുക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ് പഠിച്ചു. ആൻഡ് പോളിസാക്കറൈഡ്സിനകത്ത് സ്റ്റാർച്ച്, സെല്ലുലോസ് ആൻഡ് ഗ്ലൈക്കോജൻ അല്ലെ. കുറച്ച് ഏറെ പഠിക്കാനുണ്ട് ഈ ചാപ്റ്ററിലെ ലെങ്തി പോർഷൻ അതാണ്. ആ ലെങ്തി പോർഷൻ നമ്മുടെ കഴിഞ്ഞു. അപ്പം നമ്മുടെ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞ ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? അത്രയും ഭാഗം ഡൗട്ടൊന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തതിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, പോട്ടെ ഞാൻ അടുത്തതിലേക്ക്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പ്രോട്ടീൻസ് ആണ് അല്ലേ.
പ്രോട്ടീൻസ് ആണ്. ഇപ്പൊ ഈ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എന്നൊക്കെയുള്ള വാക്കുകൾ നിങ്ങൾക്കൊക്കെ എന്താ പറയാ നല്ല കോമൺ വേർഡുകളാണ് അല്ലയോ. ഈ ഡയറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞേക്കാം കാർബ് റിച്ച് ഫുഡുകൾ നമ്മൾ ഒഴിവാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടില്ലേ നിങ്ങൾ. പിന്നെന്താ പറയാ ഈ പ്രോട്ടീനേഷ്യസ് ഫുഡുകൾ കഴിച്ചിട്ട് അവർ കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കിക്കൊണ്ട് ചിലതരം ഡയറ്റുകളൊക്കെ. ഓക്കെ, ഇതേക്കുറിച്ചൊന്നും കൂടുതൽ പറയാൻ ഞാനൊരു ഡയറ്റീഷ്യനോ അങ്ങനത്തെ ഒരാളല്ല. ജസ്റ്റ് ഞാൻ കേട്ട കാര്യം ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. എന്നെക്കാട്ടിലും മോർ ദാൻ ഇൻഫർമേഷൻസ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്യുക. പിന്നെ ബയോ കുട്ടികളോട് ഞാൻ ഇതൊന്നും പറയുന്നില്ല, കാരണം ബയോളജിക്കാരുടെ അടുത്ത് പറഞ്ഞു തരാൻ എനിക്ക് ബയോളജി ഒന്നും അറിയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ പ്രോട്ടീൻ, സിംപ്ലി മൂവിങ് ഇൻ ടു ദ പ്രോട്ടീൻസ് ആണ്. ഓക്കെ, അപ്പൊ മക്കളെ ആ പ്രോട്ടീൻ എന്ന് പറഞ്ഞ വേർഡ് വന്നിരിക്കുന്നുണ്ടോ? പ്രോട്യൂസ് എന്ന് പറഞ്ഞ വേർഡിനകത്തു നിന്നാണ് പ്രോട്ടീൻ. ദാറ്റ് ഈസ് പ്രൈമറി ഓർ പ്രൈം ഇമ്പോർട്ടൻസ് കേട്ടോ. എന്ന് വെച്ചാൽ അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആയ ആളാണ് പ്രോട്ടീൻസ് അല്ലെ. അപ്പൊ നമ്മൾ പ്രോട്ടീനേഷ്യസ് ഫുഡുകളൊക്കെ കഴിക്കണം, സെലക്റ്റീവ് ഫുഡുകൾ കഴിക്കരുതെന്ന് പറയുന്നത് കൊണ്ട് അല്ലെ. അപ്പൊ ഞാൻ ഇതൊക്കെ പറയും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡല്ലേ കഴിക്കുള്ളൂ അല്ലെ. അങ്ങനെ ആവാൻ പാടില്ല കേട്ടോ മക്കളെ. ഇപ്പൊ നമ്മളൊരു എന്താ പറയാ ഗ്രോയിങ് ഏജ് ആകുമ്പോഴത്തേക്കും എല്ലാ ടൈപ്പ് ഫുഡുകളും കഴിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. നോൺ വെജിറ്റേറിയൻ ഫുഡുകളായിരിക്കും പലർക്കും ഇഷ്ടം, അത് മാത്രമേ കഴിക്കുന്നുണ്ടാവുള്ളൂ അല്ലെ. അല്ല, നിങ്ങൾ കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എനിവേ, അപ്പൊ പ്രൈം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് പ്രോട്ടീൻസ് അല്ലയോ. എന്ന് വെച്ചാൽ അത്രയും ഇമ്പോർട്ടന്റ് ആണ് അവൻ, നമ്മൾ ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരാളാണ് പ്രോട്ടീൻസ്. ഓക്കെ, പ്രോട്യൂസ് എന്ന് പറഞ്ഞ വേർഡിനകത്തു നിന്നാണ് പ്രോട്ടീൻ ഉണ്ടായിരിക്കുന്നത്. പിന്നെ പ്രോട്ടീനും എന്ത് തന്നെയാണ്, പോളിമർ ആണ് പ്രോട്ടീൻ എന്ന് പറഞ്ഞ ആളും അല്ലെ. അപ്പൊ അവനും ഒരു സിംഗിൾ സ്പീഷീസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നവനല്ല. പ്രോട്ടീൻസ് ആർ ദ പോളിമേഴ്സ് ഓഫ് ആൽഫ അമിനോ ആസിഡ്. ആ വാക്കൊന്ന് പഠിക്കണേ. പ്രോട്ടീൻസ് ആർ ദ പോളിമേഴ്സ് ഓഫ്, അയ്യോ എ എന്നല്ല കേട്ടോടാ, ഇവിടെ ആൽഫയാണ് സിമ്പല്, ആൽഫ അമിനോ ആസിഡ്സ് കേട്ടോ. പ്രോട്ടീൻസ് ആർ ദ പോളിമേഴ്സ് ഓഫ് ആൽഫ അമിനോ ആസിഡ് കേട്ടോ. ഞാൻ റബ് ചെയ്തിട്ട് എഴുതാം, ആൽഫയാണ് ഇവിടെ വരുന്നത്, എ അല്ല. ഞാൻ അതിൽ നിന്ന് കോപ്പി ചെയ്തപ്പോ ഇങ്ങനെ ആയതാണ് ആൽഫ അമിനോ ആസിഡ്സ് കേട്ടോ. ഓൾ പ്രോട്ടീൻസ് ആർ ദ പോളിമേഴ്സ് ഓഫ് ആൽഫ അമിനോ ആസിഡ്സ് അല്ലെ. അപ്പം n യൂണിറ്റ്സ് ഓഫ് അമിനോ ആസിഡുകൾ ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, ഒരു പ്രോട്ടീൻ മോളിക്യൂൾ ഉണ്ടാവുന്നത്. ശരിയല്ലേ? പോളിമറുകളാണ് കുറച്ചേറെ എണ്ണം ഉണ്ടാവുക. അപ്പൊ n യൂണിറ്റ്സ് ഓഫ് അമിനോ ആസിഡ്സ് ജോയിൻ ടുഗെദർ ടു ഫോം പ്രോട്ടീൻസ്. അപ്പൊ ഓർത്ത് വെക്കണം, എന്ത് അമിനോ ആസിഡുകളാണ്? ആൽഫ അമിനോ ആസിഡുകൾ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം എന്താ ആൽഫ അമിനോ ആസിഡ് എന്ന് പറയാനുള്ള കാര്യം. അമിനോ ആസിഡ് എന്നല്ലേ ഞാൻ പേര് പറഞ്ഞ, അമിനോ ആസിഡ് ആൻഡ് ഇറ്റ് ക്യാരി ടു ഫങ്ഷണൽ ഗ്രൂപ്പ്സ്, അമീൻ ആൻഡ് എ കാർബോക്സിലിക് ആസിഡ് പാർട്ട്. അമിനോ ആസിഡ്സ് കണ്ടെയ്ൻ ദ ഫങ്ഷണൽ ഗ്രൂപ്പ് NH2 ആൻഡ് COOH. അമിനോ ആസിഡ് എന്നാ പറയുക കേട്ടോ. അമിനോ ആസിഡ് ആണ്, ഓർത്ത് വെക്കണം. അമിനോ ആസിഡ് ക്യാരിങ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് NH2 ആൻഡ് COOH. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ഇയറിലൊക്കെ ഈ പ്രയോറിറ്റി ഓർഡർ ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ഒരു കോമ്പൗണ്ടിനകത്ത് മൾട്ടി ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോഴത്തേക്കും അപ്പൊ മോർ പ്രയോറിറ്റി ആർക്ക് പോകുന്നുണ്ട്? COOH ഗ്രൂപ്പിന് പോവുകയാണ് മോർ പ്രയോറിറ്റി. ഓക്കെ, മോർ പ്രയോറിറ്റി ഗോസ് ടു COOH ഗ്രൂപ്പ്. ഓക്കെ, ഇനി ഈ COOH ഗ്രൂപ്പും NH2 ഗ്രൂപ്പും ഒരു കോമ്പൗണ്ടിന്റെ ഉള്ളിൽ വരുമ്പോഴാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുക? അമിനോ ആസിഡ്സ് എന്ന് വിളിക്കുക. ഓക്കെ, ഇനി ഈ വിത്ത് റെസ്പെക്ട് ടു COOH NH2 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ അനുസരിച്ച് നമുക്ക് പേര് കൊടുക്കാം. എന്താണ്? ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ എക്സെട്ര ഉണ്ടോ. ഡിപ്പെൻഡിങ് ഓൺ ദ relative position of amino group with respect to carboxyl group, the amino acid can be classified as alpha, beta, gamma, delta etc. ഓക്കെ, പിന്നെ ആൽഫ അമിനോ ആസിഡ് മാത്രമേ എവിടെ നിന്ന് കിട്ടുള്ളൂ? പ്രോട്ടീൻ എന്താ പറയാ ഹൈഡ്രലൈസ് ചെയ്താൽ നിങ്ങൾക്ക് ആൽഫ അമിനോ ആസിഡ് മാത്രമേ കിട്ടുള്ളൂ. ഇനി ഇത് ഇഷ്ടം പോളിമർ അല്ലേ മക്കളെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അമിനോ ആസിഡുകൾ കൂട്ടി യോജിപ്പിച്ച് പോളിമർ ഉണ്ടാക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ പ്രോട്ടീൻ ഹൈഡ്രലൈസ് ചെയ്താൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? സോ protein on hydrolysis you will get only alpha amino acids. മറന്നുപോകാതെ പഠിക്കണം. അപ്പൊ proteins are made up of alpha amino acids. They are prime important അല്ലെ, prime important thing ആണ്. സോ പ്രോട്ടിയോസ് പറഞ്ഞ വേർഡിനകത്തു നിന്നാണ് പ്രോട്ടീൻ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്. ആൻഡ് the amino proteins are made up of alpha amino acids ആണ്. n യൂണിറ്റ്സ് ഓഫ് ആൽഫ അമിനോ ആസിഡ് ചേരുമ്പോഴാണ് പ്രോട്ടീൻസ് ഉണ്ടാവുന്നത്. ഓക്കെ, amino acids means it contain two functional group amine and a carboxylic acid. So primary important goes to carboxylic acid തന്നെയാണ്. ഇനി with respect to the position of carboxylic acid, the COOH group attach ചെയ്ത കാർബണെ നമ്മൾ പറയുന്ന പേരാണ് ആൽഫ കാർബൺ ആറ്റം. അതേ NH2 ഗ്രൂപ്പ് വരികയാണെങ്കിൽ ആൽഫ അമിനോ ആസിഡ്.
ആസിഡ്, അതിന്റെ തൊട്ടടുത്തത് വരുവാണ് ബീറ്റ അമിനോ ആസിഡ്, അതിനടുത്ത് വരുവാണ് ഗാമ. അങ്ങനെ 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 എന്ത് ചെയ്യുന്നുണ്ട്, COH പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ പ്രോട്ടീൻ ഹൈഡ്രലൈസ് ചെയ്താൽ എന്ത് മാത്രമേ കിട്ടുള്ളൂ, ആൽഫ അമിനോ ആസിഡ്സ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇനി അമീനോ ആസിഡ് മാത്രമല്ല കേട്ടോ മക്കളെ, വേറെ ഫങ്ഷണൽ ഗ്രൂപ്പും വരാം. ദേ മേ കണ്ടെയ്ൻ അതർ ഫങ്ഷണൽ ഗ്രൂപ്പ് ഓൾസോ. അപ്പൊ ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല, ഇതിനകത്ത് എന്തും കൂടെ വരാൻ പറ്റുന്നുണ്ട്, ദേ മേ കണ്ടെയ്ൻ സം അതർ ഫങ്ഷണൽ ഗ്രൂപ്പ് ഓൾസോ. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇത് ആദ്യത്തെ അമിനോ ആസിഡ് ആണ്, ഇതുണ്ടോ മക്കളെ, ഇതുണ്ടോ, ഇവിടെ നോക്കിയേ, ഇവിടെ നോക്കി മക്കളെ, ഇതല്ലേ ആൽഫ കാർബൺ, ഉണ്ടോ, ഫങ്ഷണൽ ഗ്രൂപ്പ്, മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പിനാണ് ഇമ്പോർട്ടൻസ്. ഇതുണ്ടോ, ഇത് ആൽഫ അമിനോ ആസിഡ്സ്. ഓക്കെ, ഞാൻ വേറെ ഒന്നും എഴുതാം, നിങ്ങൾക്ക് അപ്പൊ കാര്യം പിടികിട്ടും. ഇതുണ്ടോ, ആൽഫ ബീറ്റ NH2 ഗ്രൂപ്പ് ഏത് കാർബണയില വന്നിരിക്കുന്നത്, ബീറ്റ കാർബണയില വന്നിരിക്കുന്നുണ്ടോ, ദിസ് ഈസ് ബീറ്റ അമിനോ ആസിഡ്സ്. അതേപോലെ ഉണ്ടോ, NH2 group is attached to gamma carbon atom, so it is called gamma amino acids. അല്ലെ, അപ്പം എന്താണ്, അമിനോ NH2 ഗ്രൂപ്പിന്റെ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു COH ഗ്രൂപ്പ് വെച്ചിട്ട് നമുക്ക് അമിനോ ആസിഡിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ദി ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ ആൻഡ് സോ ഓൺ. ഓക്കെ, എപ്സിലോൺ ഒക്കെ അടുത്തടുത്ത് വന്നിരിക്കുന്നത്. അപ്പൊ COH ഗ്രൂപ്പിനാണ് പ്രയോറിറ്റി വരിക. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു COH ഗ്രൂപ്പ്, COH അറ്റാച്ച് ചെയ്ത കാർബണിന്റെ പേര് ആൽഫ കാർബൺ ആറ്റം. അതേ NH2 ഗ്രൂപ്പ് വന്നാൽ ആൽഫ അമിനോ ആസിഡ്. ഇനി ആൽഫ കഴിഞ്ഞ് തൊട്ടടുത്ത കാർബണില വന്നെങ്കിൽ ബീറ്റ അമിനോ ആസിഡ്. അത് കഴിഞ്ഞത്തെ വന്നാലാണ് ഗാമ അമിനോ ആസിഡ്, ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ അമിനോ ആസിഡുകളെ ഒരു സിമ്പിൾ ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോട്ടീൻസ് ആർ ദ പോളിമേഴ്സ് ഓഫ് അമിനോ ആസിഡ്സ് ആണ്. അപ്പൊ N യൂണിറ്റ്സ് ഓഫ് അമിനോ ആസിഡുകൾ ചേരുമ്പോൾ നമുക്ക് പ്രോട്ടീൻ കിട്ടും. ഒരു പ്രത്യേകത ഇത്രയേ ഉള്ളൂ മക്കളെ, പ്രോട്ടീൻ ഹൈഡ്രോലൈസ് ചെയ്താൽ കിട്ടുന്ന അമിനോ ആസിഡുകളെല്ലാം എന്താണ്, ആൽഫ അമിനോ ആസിഡുകൾ. അവരുടെ പോളിമർ ആണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി COH ഗ്രൂപ്പ് വെച്ചിട്ട് NH2 ഗ്രൂപ്പിനെ പൊസിഷൻ കമ്പയർ ചെയ്യുവാണെങ്കിൽ, COH അറ്റാച്ച് ചെയ്ത കാർബൺ ആറ്റത്തെ NH2 വരുവാണെങ്കിൽ ആൽഫ, അതിന്റെ തൊട്ടടുത്ത് വരുവാണെങ്കിൽ ബീറ്റ, പിന്നെ ഗാമ, ഡെൽറ്റ, അങ്ങനെ 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 പോവുക ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എന്താണ്, ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, വേറെയും ഫങ്ഷണൽ ഗ്രൂപ്പുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് മാത്രമല്ല, വേറെയും ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ഇനി അമിനോ ആസിഡുകൾക്ക് പേരുകളുണ്ട് മക്കൾ. അതായത് അമിനോ ആസിഡിന് IUPAC അക്സെപ്റ്റഡ് ആയിട്ടുള്ള കുറെ നെയിമുകളുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മൾ ഈ കോമൺ നെയിം എന്നൊക്കെ പറഞ്ഞ പോലെ ട്രിവിയൽ നെയിമുകളുണ്ട്. എന്ന് വെച്ചാൽ ഏത് സോഴ്സിനകത്തുനിന്നാ കിട്ടുന്നതെന്ന് നോക്കിയിട്ട്, പിന്നെ ഏത് സ്ഥലത്തുനിന്നാ കിട്ടുന്നതെന്ന് നോക്കിയിട്ട്, അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സാധനത്തിന് പേര് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അമിനോ ആസിഡ്സിന് എന്തുണ്ട്, ഹാവ് ട്രിവിയൽ നെയിംസ് വിച്ച് യൂഷ്വലി റിഫ്ലക്റ്റഡ് ദ പ്രോപ്പർട്ടി ഓഫ് ദാറ്റ് കോമ്പൗണ്ട് ഓർ ഇറ്റ് സോഴ്സ്. ഓക്കെ, ഒന്നിൽ അവരുടെ പ്രോപ്പർട്ടി ആയിരിക്കും, അല്ലെ ഇത് കിട്ടുന്ന സ്ഥലമായിരിക്കും, അല്ലെ കിട്ടുന്ന സോഴ്സ് ആയിരിക്കും. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ അമിനോ ആസിഡുകൾക്ക് നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പം അമിനോ ആസിഡ് കാറ്റഗറിയിലെ ഏറ്റവും സിമ്പിൾ അമിനോ ആസിഡ് ആണ് ആരെന്ന് പറഞ്ഞിരിക്കുന്നത്, ഗ്ലൈസിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ് ആണ് കേട്ടോ. among all the amino acid, the very simple amino acid is glycine. and എന്താണ് അതിന്റെ വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്ന ഗ്ലൈക്കോസ് എന്ന് പറഞ്ഞ ഒരു എന്താ ഗ്രീക്ക് വേർഡിനകത്തുനിന്ന്, ദാറ്റ് മീൻസ് സ്വീറ്റ് എന്ന് പറഞ്ഞ ആ വേർഡിനകത്തുനിന്നാ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് സ്വീറ്റ് ടേസ്റ്റ് ഉള്ളതുകൊണ്ടല്ലേ സ്വീറ്റ് എന്ന് പറഞ്ഞ വേർഡ് വരുന്നത്. സ്വീറ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് സ്വീറ്റ് എന്ന് പറഞ്ഞ വേർഡ് വരുമോ, ഇല്ല. ആൻഡ് എന്താണ്, ടൈറോസിൻ വാസ് ഫസ്റ്റ് ഒബ്റ്റൈൻഡ് ഫ്രം ചീസ് ആണ്. ഓക്കെ, അപ്പൊ ഗ്രീക്ക് വേർഡിനകത്ത് ടൈറോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചീസ് എന്നാണ്. ഓർത്ത് വെക്കണം. അപ്പൊ എന്താണ്, അമിനോ ആസിഡുകൾക്ക് കോമൺ നെയിമുണ്ട്, IUPAC നെയിമുണ്ട്. നിങ്ങൾ നോമൺ ക്ലേച്ചറിനകത്തൊക്കെ പഠിക്കുന്നതാണ് അല്ലേ. അപ്പൊ ഫോർ എക്സാമ്പിൾ, ഗ്ലൈസിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ്, സിംപ്ലസ്റ്റ് അമിനോ ആസിഡ് ഈസ് ഗ്ലൈസിൻ. ആൻഡ് ദിസ് ഗ്ലൈസിൻ എന്ന് പറഞ്ഞ പേര് വരാനുള്ള കാരണം എന്താണ്,
അതായത് ഒരു ഗ്രീക്ക് വേർഡാണ് ഗ്ലൈക്കോസ് എന്ന് പറഞ്ഞത്. ദാറ്റ് മീൻസ് സ്വീറ്റ് എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ ഗ്ലൈസിന് ഒരു സ്വീറ്റ് ടേസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ടാണ് സ്വീറ്റ് എന്ന് പറഞ്ഞ വേർഡ് വന്നിരിക്കുന്നത്. പിന്നെ വേറൊരു അമിനോ ആസിഡ് ആണ് ടൈറോസിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ചീസ് ആണ് കേട്ടോ. ചീസിനകത്തുനിന്ന് ടൈറോസ് ആൻഡ് മീൻസ് ചീസ് എന്നാണ് ആ ഗ്രീക്ക് വേർഡിന് അർത്ഥം. അപ്പൊ ആ ചീസിന്റെ പോലത്തെ ഒരു ക്യാരക്ടർ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുന്നുണ്ട്, ഇതിനെ ടൈറോസിൻ എന്ന് വിളിക്കാൻ പറ്റും അല്ലെ. എന്തെങ്കിലുമൊക്കെ പ്രോപ്പർട്ടി അതുമായിട്ട് സിമിലാരിറ്റി ഉണ്ടാവണമല്ലോ, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ വിളിക്കില്ലല്ലോ മക്കളെ അല്ലെ. ഇനി അമിനോ ആസിഡുകൾക്ക് ഒരു ഫുൾ പേരുണ്ടാവും. ഇപ്പൊ ഞാൻ ഗ്ലൈസിൻ എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഒരു ഫുൾ പേരുണ്ടാവും. അതേപോലെ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ ഒരു 3 ലെറ്റർ കോഡും ഉണ്ടാവും, ഒരു 1 ലെറ്റർ കോഡും ഉണ്ടാവും കേട്ടോ മക്കളെ. അപ്പം അമിനോ ആസിഡുകൾക്ക് എന്താ പറയുക, നമ്മൾ സ്കൂളിലൊക്കെ പേരിടുന്ന പോലെ ഒരു ഫുൾ നെയിം ഉണ്ട് അമിനോ ആസിഡ്. ഗ്ലൈസിൻ, അലാനിൻ, വലൈൻ, ല്യൂസിൻ, ഐസോല്യൂസിൻ എന്നൊക്കെ പറഞ്ഞ പോലെ അമിനോ ആസിഡുകൾക്ക് ഒരു പേരുണ്ട്. ഈ പേര് കൂടാതെ അമിനോ ആസിഡ് എന്തുണ്ട്, ഒരു 3 ലെറ്റർ കോഡ് ഉണ്ട്. ഇപ്പൊ ഗ്ലൈസിൻ ഞാൻ പേര് എഴുതുക കണ്ടോ, ഗ്ലൈസിൻ, ഇതിനൊരു 3 ലെറ്റർ കോഡ് ഉണ്ട്, GLY എന്ന് പറഞ്ഞ്. ഇനി ഇതിന്റെ IUPAC നെയിമിനകത്ത് നമ്മൾ ഏത് ലെറ്റർ ഉപയോഗിക്കുക, G എന്ന് പറഞ്ഞ ലെറ്റർ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ എന്ന് വെച്ചാൽ എന്താണ്, അമിനോ ആസിഡ്സിന് ഒരു 3 ലെറ്റർ കോഡും ഉണ്ട്, ഒരു 1 ലെറ്റർ കോഡും ഉണ്ട്, ഒരു ഫുൾ നെയിമും ഉണ്ടാവും. ഇനി ഇതില് 1 ലെറ്റർ കോഡ് ഈ 3 ലെറ്റർ കോഡിന്റെ ലെറ്ററുമായിട്ട് സിമിലാരിറ്റി വരണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല, ചിലതിനൊക്കെ മാറിയിട്ടുണ്ടാവും കേട്ടോ. ഇതാണ് നമ്മുടെ അമിനോ ആസിഡും അമിനോ ആസിഡിന്റെ സിമ്പിൾ ക്ലാസിഫിക്കേഷൻ ആയ ആൽഫ, ബീറ്റ, ഗാമയും പിന്നെ അമിനോ ആസിഡിന്റെ റെപ്രസെന്റേഷൻ ആണ് നമുക്കുള്ളത്. ഓക്കെ, ഇനി അമിനോ ആസിഡിനെ 1-2 രീതിയിലും കൂടെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ നമ്മൾ പറയുന്നത് ഇതാ മക്കളെ, ഇതിനകത്ത് NH2 ഗ്രൂപ്പിന്റെയും COH ഗ്രൂപ്പിന്റെയും കൂടെ എണ്ണം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അമിനോ ആസിഡിനെ ക്ലാസിഫൈ ചെയ്യുക ചെയ്തിരിക്കുന്നത്. അപ്പം COH ഗ്രൂപ്പിന്റെ NH2 ഗ്രൂപ്പിന്റെ നമ്പർ സെയിം ആണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നുണ്ട്, ന്യൂട്രൽ അമിനോ ആസിഡ് ആണ്. എണ്ണം വെച്ചിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. കുഞ്ഞു കുഞ്ഞു ക്ലാസിഫിക്കേഷൻ ആണ്, നല്ല എളുപ്പമുണ്ട് പഠിക്കാനായിട്ട്. അപ്പം അമിനോ ആസിഡ്സിനകത്ത് COH ഗ്രൂപ്പിന്റെയും NH2 ഗ്രൂപ്പിന്റെയും കൂടെ എണ്ണം വെച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ രണ്ടിന്റെയും നമ്പർ സെയിം ആണെങ്കിൽ എന്തായിരിക്കും, ഒരു ന്യൂട്രൽ അമിനോ ആസിഡ് ആയിരിക്കും. ഇനി കോമ്പൗണ്ടിനകത്ത് COHന്റെ എണ്ണം കൂടുതലാണെങ്കിൽ അസിഡിക് അമിനോ ആസിഡും NH2 ഗ്രൂപ്പിന്റെ എണ്ണം കൂടുതലാണെങ്കിൽ ബേസിക് അമിനോ ആസിഡ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ അല്ലേ സംഭവം? ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അമിനോ ആസിഡ്സ് ക്യാൻ ബി acidic, basic, neutral ആണ് depending on the relative number of amino and carboxyl group. ഒരു കോമ്പൗണ്ടിനകത്ത് ഒരു COH ഗ്രൂപ്പും ഒരു NH2 ഗ്രൂപ്പും ആണെങ്കിൽ അത് ഈക്വൽ നമ്പർ ആണ്, ന്യൂട്രൽ ആവും. 2 ആണ് 2, 3 ആണ് 3, ലൈക്ക് ദാറ്റ്. ആ സമയത്ത് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ എണ്ണം കൂടി പോവുകയാണെങ്കിൽ നമ്മൾ അവരെ എന്താ വിളിക്കുന്നത്, ഒന്നുകിൽ അസിഡിക്, COH ഗ്രൂപ്പിന്റെ എണ്ണം കൂടുതലാണെങ്കിൽ അസിഡിക് അമിനോ ആസിഡ് എന്നും, NH2 ഗ്രൂപ്പിന്റെ എണ്ണം കൂടുതലാണെങ്കിൽ അവരെ നമുക്ക് എന്ത് വിളിക്കാം, we can call it as basic amino acids. അപ്പൊ ഒന്ന് അസിഡിക് അമിനോ ആസിഡും മറ്റേത് ബേസിക് അമിനോ ആസിഡും ആണ്. സിമ്പിൾ ക്ലാസിഫിക്കേഷൻ ആണ്. അതേപോലെ തന്നെ അമിനോ ആസിഡ്സിനെ നമ്മൾ വേറൊരു കേസിൽ ഇവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഈസ് എസെൻഷ്യൽ അമിനോ ആസിഡ് ആൻഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് അല്ലെ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എസെൻഷ്യൽ അമിനോ ആസിഡ് എന്നും നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്നും. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ മക്കളെ. ഒന്ന് നമുക്ക് എങ്ങനെ കിട്ടാം, നമ്മുടെ ഡയറ്റിലൂടെ കിട്ടാം. മറ്റേത് എന്താണ്, ബോഡി തന്നെ സിന്തസൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്, വിച്ച് ക്യാൻ ബി സിന്തസൈസ്ഡ് ഇൻ ദ ബോഡി നോൺ ആസ് non-essential amino acids, and it cannot be synthesized in the body. It is obtained through the diet are known as essential amino acids. അപ്പോൾ amino acids ന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെ പറയാൻ പറ്റുന്നുണ്ട്, amino acid can be classified വേറൊരു രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ, ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റയുടെ ക്ലാസിഫിക്കേഷൻ ചെയ്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, നമ്പർ ഓഫ് COH ഗ്രൂപ്പിന്റെ NH2 ഗ്രൂപ്പിന്റെ പൊസിഷൻ എണ്ണം വെച്ചിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തു. മൂന്നാമത് നമ്മൾ പറയുന്നത് അമിനോ ആസിഡ്സ്, നമുക്ക് ആവശ്യമുള്ള അമിനോ ആസിഡുകൾ വേണ്ടേ നമുക്ക് ജീവിക്കണമെങ്കിൽ. അപ്പൊ അത് അമിനോ ആസിഡ്സ് നമ്മുടെ ബോഡി തന്നെ സിന്തസൈസ് ചെയ്യുവാണെങ്കിൽ അതിനെ പറയുന്നത് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്നും, പിന്നെന്താണ് നമ്മുടെ ഡയറ്റിലൂടെ കിട്ടുന്ന അമിനോ ആസിഡ് ആണെങ്കിൽ അതിനെ പറയുന്നത് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്നാണ്. ഓക്കെ, അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. നിങ്ങൾ ഇതൊന്ന് വായിച്ചിട്ടിരിക്കുവോ? അല്ല, ബാക്കി അമിനോ ആസിഡ്സ് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സീ യു, ബൈ ബൈ. വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.